നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇടുക്കി മേരികുളത്തിന് സമീപമാണ് സംഭവം. ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന പുളിക്കമണ്ഡപത്തിൽ റോബിനാണ് മരിച്ചത്. പ്രതി ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന ഇടത്തിപ്പറമ്പ് സോജനെ പോലീസ് പിടികൂടി. ദേശീയപാത 85 നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മൂന്നാറിൽ വീണ്ടും LDF സ്ഥാനാർത്ഥിയുടെ പരാതി. UDF സ്ഥാനാർത്ഥി വിജയിച്ചത് പാരിതോഷികങ്ങൾ വിതരണം ചെയ്തെന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി നടരാജന്റെ പരാതി. ഇടുക്കി പാമ്പനാറിന് സമീപം ലാൻഡ്രം എസ്റ്റേറ്റിൽ നിന്നും കേഴയാടിനെ വേട്ടയാടിയ ആളെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പിരിമേട് അമ്പാടിയിൽ ബാലചന്ദ്രനാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇടുക്കി മേരികുളത്തിന് സമീപമാണ് സംഭവം. ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന പുളിക്കമണ്ഡപത്തിൽ റോബിനാണ് മരിച്ചത്. പ്രതി ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന ഇടത്തിപ്പറമ്പിൽ സോജനെ പോലീസ് പിടികൂടി. സുഹൃത്തുക്കൾ ചേർന്ന് ഇന്നലെ വൈകിട്ട് മദ്യപിച്ച ശേഷം കൂടെയുണ്ടായിരുന്നവർ പിരിഞ്ഞുപോയി. പിന്നീട് റോബിനും സോജനും മാത്രമായി. റോബിനും സോജനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇത് സംഘർഷമായി മാറി. റോബിൻ സോജനെ കല്ലിനിടിച്ചു. സോജൻ തിരിച്ചിടിച്ചു. റോബിൻ നിലത്ത് വീണു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു. ലഹരി മാറുമ്പോൾ എഴുന്നേറ്റ് പോകുമെന്ന് വിചാരിച്ച് സോജൻ വീട്ടിൽ കയറി കിടന്നു. രാവിലെ റോബിനെ ബന്ധു ഫോണിൽ വിളിച്ചിട്ട് ലഭിച്ചില്ല. തിരക്കി ചെന്നപ്പോഴാണ് റോബിൻ സോജന്റെ വീട്ടുമുറ്റത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി വീട്ടിൽ നിന്ന് സോജനെ കസ്റ്റഡിയിലെടുത്തു. അപ്പോഴാണ് സോജൻ സംഭവം പോലീസിനോട് പറഞ്ഞത്. പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇക്വസ്റ്റ് പൂർത്തിയാക്കി വിരലടയാള വിദഗ്ധരുടെ പരിശോധനയും കഴിഞ്ഞ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ മരണകാരണം വ്യക്തമാവൂ. സോജനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോഴും മദ്യലഹരിയിലായിരുന്നു. ഉപ്പുതറ പോലീസ് മേൽ നടപടികൾ പൂർത്തിയാക്കുകയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. ദേശീയപാത 85 നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്ക് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ ആരോപണം. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട തുടർ സമരത്തിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ഈ റോഡ് 1000 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള ഈ റോഡ്, ആ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വമ്പിച്ച സമരത്തിലേക്ക് നീങ്ങാൻ ആലോചിക്കുകയാണ്. ഇനി ഇതിന് മുന്നോടിയായി കഴിഞ്ഞ പ്രാവശ്യം ദേശീയപാത ലോങ് മാർച്ച് സംഘടിപ്പിക്കാനും ദേശീയപാത ഉപയോഗം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടാണ് ആ പരിപാടികൾ നടത്തിയത്. വൻ ജനപിന്തുണയോടുകൂടി നടത്തിയ പരിപാടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച അടിമാലിയിൽ വമ്പിച്ച ജനകീയ കൺവെൻഷൻ ചേർന്നുകൊണ്ട് അടുത്ത സമരം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമര പരിപാടികൾ നടത്താനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. പ്രശ്നത്തിൽ സമാന താൽപ്പര്യമുള്ള എല്ലാവരുമായും കൈകോർക്കുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികളായ PM ബേബി, റസാഖ് ചൂരവേലിൽ, KK രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വാളറ മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്.
സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിൽ വീണ്ടും LDF സ്ഥാനാർത്ഥിയുടെ പരാതി. UDF സ്ഥാനാർത്ഥി വിജയിച്ചത് പാരിതോഷികങ്ങൾ വിതരണം ചെയ്തെന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി നടരാജന്റെ പരാതി. തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും നടരാജൻ പ്രതികരിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി നടരാജൻ UDF സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് 79 വോട്ടുകൾക്കാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് നടരാജൻ UDF സ്ഥാനാർത്ഥിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി വാർഡിലെ വോട്ടർമാർക്ക് പാരിതോഷികങ്ങൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിച്ചെന്നും ഇതാണ് തന്റെ പരാജയത്തിന് കാരണമെന്നുമാണ് നടരാജന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് തന്റെ പക്കൽ തെളിവുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നും നടരാജൻ വ്യക്തമാക്കി. UDF வேட்பாளர் ஒரு வேட்பாளரும் இருந்தார். நாங்கள் ரெண்டோரும் போட்டியில் கடுமையாக இருந்ததுனால மக்கள் என் பக்கம் திரும்பி நடராஜன் ஜெயிப்பார் என்ற இதில் இருக்கும்போது குறுக்கு வழியில் UDF வேட்பாளரும் UDF ஆதரவாளர்களும் தொண்டர்களும் காங்கிரஸ் பார்ட்டியும் சேர்ந்து 2 பட்டு சாரி, ஒரு வேட்டி, ஒரு ஷர்ட்டும் கொடுத்து மக்களை திசை திருப்பி வேண்டாம், மக்கள் வேண்டாம் என்று கூறிய போதும் வலுக்கட்டாயமாக மக்களிடம் போய் எத்திச்சு இதை இந்த கீழ்த்தரமான செயலை செஞ்சுருக்காங்க. இது எனக்கு வீடியோ சகிதம் என் கையில் இருக்குது. இதை எலெக்ஷன் கமிஷன் கொடுத்து இதை எலெக்ஷன் கமிஷன் நல்ல தக்க நடவடிக்கை எடுக்கணும். இதுக்கு ஒரு நல்ல நியாயமான தீர்ப்பு எனக்கு இந்த 10ാം വാർഡുക്കും இந்த മൂലക്കടയ്ക്കും எங்கள் LDF പാർട്ടിക്കും ഒരു ന്യായமான ഒരു തീർപ്പ് വേണം. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്തോ ഫലപ്രഖ്യാപനത്തിന് ശേഷമോ പരാതി ഉന്നയിക്കാതെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിനു ശേഷം പരാതിയുമായി രംഗത്തെത്തുന്നത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമെന്നാണ് UDF പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി പാമ്പനാറിന് സമീപം ലാൻഡ്രം എസ്റ്റേറ്റിൽ നിന്നും കേഴയാടിനെ വേട്ടയാടിയ ആളെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പീരുമേട് അമ്പാടിയിൽ ബാലചന്ദ്രനാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 2 നാടൻ തോക്കുകളും 88 വെടിയുണ്ടകളും ഒരു കുന്തവും 10 കിലോയോളം കേഴയാടിന്റെ ഇറച്ചിയും പിടികൂടി. ലാൻഡ്രം ഭാഗത്തു നിന്നും പിടികൂടിയ കേഴയാടിനെ പീരുമേട്ടിലുള്ള വീട്ടിലെത്തിച്ച് ഇറച്ചിയാക്കുന്നതിനിടെയാണ് എരുമേലി റേഞ്ചിലെ മുറിഞ്ഞപുഴ സെക്ഷനിൽ നിന്നുള്ള വനപാലകർ പിടികൂടിയത്. ഇയാൾ സ്ഥിരമായി വന്യമൃഗങ്ങളെ വേട്ടയാടി കാട്ടിറച്ചി വിൽപ്പന നടത്തുന്നയാളാണെന്നാണ് വനംവകുപ്പിന്റെ സംശയം. സംഘത്തിലുള്ള മറ്റംഗങ്ങൾക്കായി അന്വേഷണം തുടങ്ങിയതായി എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാൽ പറഞ്ഞു. ക്രിസ്തുമസ് കാഴ്ചകൾ. ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ആശംസാ കാർഡുകളും വ്യത്യസ്തതയിലേക്ക് മറഞ്ഞെങ്കിലും അക്ഷരങ്ങളിലൂടെ സ്നേഹവും സൗഹൃദവും നിലനിർത്തണമെന്ന സന്ദേശം പകർന്നു നൽകി 500-ലധികം ക്രിസ്തുമസ് ന്യൂ ഇയർ കാർഡുകളാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കി അയച്ചത്. നെടുങ്കണ്ടം കല്ലാർ സ്കൂളിലെ കൂട്ടുകാരുടെ ആശംസാ കാർഡുകളുടെ വിശേഷങ്ങൾ കാണാം. പ്രിയപ്പെട്ട മണിക്കുട്ടി, നിനക്ക് സുഖമാണോ? ക്രിസ്മസ് എന്തായി? നിനക്ക് ഈ പുതുവത്സരം വളരെ നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ക്രിസ്മസ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കട്ടെ. വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഒരു കാലത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമായിരുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ലോകം വിരൽത്തുമ്പിലെത്തിയതോടെ ഇല്ലന്റും പോസ്റ്റൽ കാർഡും ആശംസാ കാർഡുമെല്ലാം വിസ്മൃതിയിലേക്ക് മാഞ്ഞു. പഴയ പ്രതാപത്തിന്റെ പ്രൗഢി വിട്ടൊഴിഞ്ഞ് പല എഴുത്തുപെട്ടികളും തുരുമ്പെടുത്ത് തുള വീണു. എന്നാൽ മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും അതിന്റെ ചരിത്രവും അനുഭവത്തിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെടുങ്കണ്ടം കല്ലാർ സർക്കാർ സ്കൂളിലെ NSSന്റെ നേതൃത്വത്തിൽ ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് കത്തുകൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. വെറുതെ എഴുതി അടുത്തിരിക്കുന്ന സുഹൃത്തിന് നൽകുകയല്ല, ഓരോ കൂട്ടുകാരും അവരുടെ പ്രിയപ്പെട്ടവരുടെ വിലാസത്തിലേക്കാണ് സ്നേഹത്തിന്റെ ആശംസകൾ എഴുത്തുപെട്ടികളിലൂടെ അയച്ചത്. നമ്മുടെ തപാൽ സംവിധാനം എന്ന് പറയുന്ന വളരെ വൈഡായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അവിടുത്തെ സ്റ്റാമ്പുകൾ, അവിടെ നടക്കുന്ന മറ്റ് തപാൽ ഉരുപ്പടികളുടെ വിനിമയങ്ങൾ,
ഇങ്ങനെയും ഡിജിറ്റലായി വെച്ചിരിക്കുന്ന ഒരു സംഗതി സത്യം പറഞ്ഞാൽ ഒരു സീസൺ കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് മാഞ്ഞു പോകും. പക്ഷെ ഇങ്ങനെ ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന ഒരു എഴുത്ത് അല്ലെങ്കിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ആശംസകൾ അറിയിക്കുന്ന പുതിയ തലമുറയ്ക്കും കത്തെഴുത്ത് കൗതുകമായി. പലരും ആദ്യമായി കത്തെഴുതുന്നവർ. നമ്മൾ പഴമയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഗൃഹാതുരമായ സ്മരണകളും നൊസ്റ്റാൾജിക് അനുഭവങ്ങളുമാണ് വരുന്നത്. ഇപ്പൊ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമിലും മാത്രം പരിചയപ്പെടുന്ന കൂട്ടുകാരികൾക്ക് കുറച്ചും കൂടി ഇതായിട്ട് കാഴ്ചയെടുക്കാനും പേരും വിലാസം അറിയാമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അയക്കാവുന്ന ഒന്നാണല്ലോ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാലത്ത് കത്തുകൾക്ക് വേണ്ടി എഴുത്തുപെട്ടി തുറക്കുന്നതും കാത്തു നിന്നിരുന്ന പഴയ തലമുറയുടെ അനുഭവം സ്വന്തം ജീവിതത്തിൽ ആദ്യമായി നേരിട്ടറിഞ്ഞതിന്റെ സന്തോഷവും കുട്ടികൾക്കുണ്ട്. അവരും കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ സ്നേഹാക്ഷരങ്ങൾ നിറഞ്ഞ ആശംസാ കാർഡുകൾക്കായി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും പടക്ക വിപണി സജീവമാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ കാലേക്കോട്ടി പടക്കങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണ് ഓരോരുത്തരും. ഏറ്റവും കൂടുതൽ പടക്കങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും എത്തുന്ന ശിവകാശിയിൽ മഴയായതിനാൽ പടക്കത്തിന്റെ ലഭ്യതയിൽ കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ പടക്കങ്ങൾ വാങ്ങാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ന്യൂ ഇയറും ക്രിസ്തുമസും ഒക്കെ വന്നാൽ പിന്നെ പടക്കമില്ലാതെ എന്താഘോഷം എന്നാണ് നാട്ടിലെ ചൊല്ല്. അതുകൊണ്ട് തന്നെ പുത്തനുടുപ്പും മറ്റുമൊക്കെ വാങ്ങുന്നതിനൊപ്പം മലയോരത്ത് പടക്കവും നിർബന്ധമാണ്. ഇത്തവണ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സജീവമായ പടക്കക്കടകൾ എപ്പോഴും സജീവമാണ്. ക്രിസ്തുമസ് കഴിഞ്ഞെങ്കിലും ന്യൂ ഇയർ ഇങ്ങ് വരുന്നതല്ലേയുള്ളൂ. ഒച്ചയും ബഹളവുമില്ലാതെ എങ്ങനെ ന്യൂ ഇയറിനെ വരവേൽക്കും? അതിനാൽ ക്രിസ്തുമസിന് തുറന്ന പടക്കക്കടകൾ ഇതുവരെ അടച്ചിട്ടില്ല. ഇത്തവണ കച്ചവടവും മികച്ച രീതിയിൽ നടക്കുന്നുണ്ടെന്ന് വ്യാപാരികളും പറയുന്നു. ആഘോഷത്തിലാണ്, പക്ഷെ നമ്മുടെ ബിസിനസ് അത്ര അങ്ങോട്ട് പുരോഗമിക്കുന്നില്ല. എന്തായാലും ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. കാരണം ഒരു ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ക്രിസ്മസ് ജാതി മതഭേദം തന്നെ എല്ലാ ആളുകളും വളരെ ആഹ്ലാദപൂർവ്വമാണ് ഈ പ്രാവശ്യം പറയാറുള്ളത്. വിപണി സജീവമായി പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെച്ച് അപേക്ഷിച്ച് സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ട്. കാരണം തമിഴ്നാട് ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അവിടെ കഴിഞ്ഞ 10 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് സാധനങ്ങൾ ഉൽപാദനം കുറവാണ്. അതുകൊണ്ട് ഐറ്റങ്ങൾ കുറഞ്ഞ് മാത്രമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇത്തവണ പടക്ക നിർമ്മാണം നടക്കുന്ന തമിഴ്നാട് ശിവകാശിയിൽ മഴയായതിനാൽ വെറൈറ്റി പടക്കങ്ങളുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഉള്ള പടക്കങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ആഘോഷങ്ങൾ ആരവങ്ങൾക്കും ആർഭാടങ്ങൾക്കും വഴിമാറുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും ആലംബഹീനരെയും ചേർത്ത് പിടിച്ച വേറിട്ടൊരു ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ. കരുണയുടെ കരങ്ങൾ കോർത്ത കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മ 300ഓളം അന്തേവാസികൾക്കൊപ്പമാണ് വാട്സപ്പ് കൂട്ടായ്മയുടെ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. കുമളിയിലെ 7ഓളം അഭയകേന്ദ്രങ്ങളിലുള്ളവർക്കാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ സ്നേഹവിരുന്നും ആഘോഷങ്ങളുമായി കുമളി ഓൺലൈൻ പ്രവർത്തകർ എത്തിയത്. അട്ടപ്പള്ളം അസിസി ഭവൻ സ്നേഹാശ്രമത്തിൽ നടന്ന മുഖ്യ ചടങ്ങിൽ 100ലേറെ അന്തേവാസികൾ പങ്കെടുത്തു. അസിസി സന്തോഷ ഭവൻ, ജീവൻ ജ്യോതി ബാലികാ ഭവൻ, ബഥനി ഓൾഡേജ് ഹോം, അണക്കര അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ, കൊച്ചറ കരുണാഭവൻ, ഗ്രേസ് ഓൾഡേജ് ഹോം എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്കായി ഈ കൂട്ടായ്മ സ്നേഹഭക്ഷണം എത്തിച്ചു നൽകി. അമൃത നൃത്ത കലാലയത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മിഴിവേകി. സ്നേഹാശ്രമം മദർ സുപ്പീരിയർ സിസ്റ്റർ അർച്ചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന്. സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. ആരെയും മാറ്റി നിർത്തുന്നില്ല. വർഗമോ വർണ്ണമോ ജാതിയോ മതമോ ഒന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെ മാറ്റി നിർത്തരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം മാത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളെല്ലാം കടന്നു പോകും. ദൈവത്തിൻ്റെ വചനം മാത്രം, ജീവനുള്ള വചനം മാത്രം എന്നും നിലനിൽക്കും. കുമളി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സിബി വർഗീസ് വരിക്കമാക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അമ്മയ്ക്കൊരുമ്മ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയ്ക്കൽ സ്വാഗതം ആശംസിച്ചു. നിയുക്ത കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മാജോ കാരിമുട്ടം ക്രിസ്മസ് സന്ദേശം കൈമാറി. ബിജു ദാനിയേൽ, റോബിൻ കാരക്കാട്ട്, സജി വെമ്പള്ളി, MC ജേക്കബ്, ലിജു ജോസഫ്, സനോജ് വിജയ് തുടങ്ങിയ പ്രമുഖരും നിയുക്ത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. കുമളി ഓൺലൈൻ വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകരും സ്നേഹാശ്രമത്തിലെ സിസ്റ്റർമാരും ചേർന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഘോഷങ്ങൾക്കപ്പുറം സഹജീവികളോടുള്ള കരുതലിന്റെ വലിയൊരു സന്ദേശമാണ് ഈ കൂട്ടായ്മ ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ കുമളിക്ക് സമ്മാനിച്ചത്. സിറ്റി വിഷൻ, കുമളി. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പരമ്പരാഗത ഗോത്രകൃഷിയിലേക്ക് ഒരിക്കൽ കൂടി ചുവടുവെക്കുകയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ആദിവാസി ഉന്നതികളായ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും. അന്യം നിന്നുപോയ റാഗി കൃഷി ഇവിടെ വിളവെടുപ്പിന് പാകമായി വരികയാണ്. കുഞ്ചിപ്പെട്ടിയിലെ വയലേലകളിൽ ഇത്തവണ നെല്ലിനൊപ്പം ഇടവിളയായിട്ടാണ് റാഗി വിതച്ചത്. നഷ്ടമായ കാർഷിക സംസ്കൃതി തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഉന്നതിയിലെ കുടുംബങ്ങൾ. നെൽപ്പാടത്തിന്റെ വരമ്പിലും മറ്റുമായാണ് കുഞ്ചിപ്പെട്ടിയിൽ കർഷകർ റാഗി വിത്ത് വിതച്ചത്. മൂപ്പത്തി റാഗി വിളവെടുപ്പിന് പാകമായി വരികയാണ്. ആദിവാസി ജനതയുടെ പരമ്പരാഗത കൃഷികളായ കുറുമ്പുല്ല്, തേന, ചാമ ഉൾപ്പെടെയുള്ളവ ഉന്നതികളിൽ തിരിച്ചു വരുന്നതിന്റെ തുടക്കമാണ് ഈ കർഷകരുടെ ഇടപെടൽ. ഗോത്രവർക്കാരുടെ നിലനിന്നിരുന്ന ഒരു സംവിധാനമാണ് റാഗി കൃഷി. അത് ഇപ്പോൾ 10-30 വർഷമായിട്ട് നമുക്ക് ഇല്ലാതായിരിക്കുകയും അതിൻ്റെ വിത്ത് ഇനം പോലും കിട്ടാൻ ഇല്ലാതെ പോയിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ഇടയായിട്ട് നമുക്ക് കുറച്ച് വിത്ത് കിട്ടുകയും അത് നമുക്കൊരു 4 ഏക്കറിൽ നമുക്കത് കൃഷി അനുയോജ്യമായും മാറ്റാനും പറ്റിയിട്ടുണ്ട്. കാടിനുള്ളിലെ തുറസായ സ്ഥലം കണ്ടെത്തി മണ്ണിളക്കാതെ നെല്ല്, കുറുമ്പുല്ല്, തിന, ചാമ, ചോളം, റാഗി എന്നീ ധാന്യങ്ങളാണ് ആദിവാസി ജനത മുമ്പ് കൃഷി ചെയ്തിരുന്നത്. ജീവിതഗതിയിൽ മാറ്റമുണ്ടായതോടെ പ്രാചീന കൃഷിരീതികളിൽ നിന്നും ആദിവാസി ജനത അകന്നു. അന്യം നിന്നു പോകുന്ന കൃഷിരീതികളെ ഉന്നതിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയം കണ്ടതിൻ്റെ സന്തോഷം കുഞ്ചിപ്പെട്ടിയിലെയും കട്ടമുടിയിലെയും കർഷകർക്കുണ്ട്. ഇടമലക്കുടി പോലുള്ള ഏതാനും ചില ആദിവാസി ഉന്നതികളിൽ മാത്രമാണ് ഇന്ന് കുറുമ്പുല്ലും റാഗിയും പോലുള്ള കൃഷികൾ അവശേഷിക്കുന്നത്. ഇപ്പോൾ കുഞ്ചിപ്പെട്ടിയും കട്ടമുടിയും തനത് കൃഷിരീതികൾ വീണ്ടെടുക്കുവാനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് താങ്ങായി ഹരിത കേരളം മിഷനും ഒപ്പമുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഇനി ബ്യൂട്ടി സ്പോട്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾ സമയം ചിലവഴിക്കാൻ എത്തുന്ന ഇടങ്ങളിൽ ഒന്നാണ് പോതമേട് വ്യൂ പോയിന്റ്. സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ പോതമേട് വ്യൂ പോയിന്റിലെത്തി ദൂരേക്കുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ ഇവിടെ ഇരിക്കാറുണ്ട്. ഇടയ്ക്കിടെ കോടമഞ്ഞ് മൂടും. ഇവിടെ നിന്നുള്ള ഉദയാസ്തമയ കാഴ്ചകളും മനോഹരമാണ്.
മൂന്നാറിന്റെ കുളിരിലണിഞ്ഞ തേയിലത്തോട്ടങ്ങളുടെയും ചുറ്റുമുള്ള മലനിരകളുടെയും ഒക്കെ കാഴ്ചകൾക്ക് ഭംഗിയേറെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വ്യൂ പോയിന്റാണ് പോതമേട് വ്യൂ പോയിന്റ്. ആറ്റുകാടിന്റെയും പള്ളിവാസലിന്റെയും ഒക്കെ പരന്ന കാഴ്ചകൾക്കപ്പുറം കണ്ണത്താ ദൂരത്തോളം ഹൈറേഞ്ചിന്റെ ദൂരക്കാഴ്ചകൾക്ക് ഇടമൊരുക്കുന്നിടം കൂടിയാണ് പോതമേട് വ്യൂ പോയിന്റ്. ഇടയ്ക്കിടെ കാഴ്ച മറച്ച് കോടമഞ്ഞ് വന്നു മൂടും. ഉദയാസ്തമയ കാഴ്ചകളും മനോഹരമാണ്. സ്വദേശീയരും വിദേശീയരുമായ വിനോദസഞ്ചാരികൾ പോതമേട് വ്യൂ പോയിന്റിൽ എത്തി ദൂരേക്കുള്ള കാഴ്ചകൾ കണ്ടങ്ങനെ ഇവിടെ ഇരിക്കാറുണ്ട്. മൂന്നാറിന്റെ കുളിരിനും ഒരു ചൂട് ചായക്കുമൊപ്പം പോതമേടിന്റെ കാഴ്ചവട്ടം കൂടിയാകുമ്പോൾ മനസ്സിന് സംതൃപ്തി ആവോളമെന്ന് സഞ്ചാരികൾ പറയുന്നു. Beautiful here, like a paradise, nice people, good food, good view, good energy. Thank you. പഴയ മൂന്നാറിന് സമീപമുള്ള ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് പോതമേട് വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. മൂന്നാർ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. ട്രക്കിംഗ് ജീപ്പുകളിലും സ്വന്തം വാഹനങ്ങളിലുമൊക്കെ സഞ്ചാരികൾ പോതമേട് വ്യൂ പോയിന്റിലേക്ക് എത്താറുണ്ട്. കുളിരിലണിഞ്ഞ് കോടമഞ്ഞ് മൂടി കാഴ്ച കണ്ടങ്ങനെ ഇരിക്കാൻ രാവിലെയും വൈകുന്നേരവുമാണ് പോതമേട് വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. KSFE രാജാക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റ് 2025 സംഘടിപ്പിച്ചു. KSFE ഓഫീസിൽ സംഘടിപ്പിച്ച കസ്റ്റമർ മീറ്റ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി ഉദ്ഘാടനം ചെയ്തു. ചർച്ചയിൽ ഉദ്ഘാടന വേദി എന്നെ ക്ഷണിച്ച ഈ ബ്രാഞ്ചിന് എന്നോടുള്ള പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ രാജാക്കാട് ഈ ബ്രാഞ്ചിന് ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിലും അതിലുപരി ഈ രാജാക്കാടിൻ്റെ പഞ്ചായത്തിൻ്റെ ഈ വാർഡ് എന്ന നിലയിലും എൻ്റെ എല്ലാ വക പിന്തുണയും ഈ ബാങ്കിന് ഉണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, വളർന്നു വരുന്ന സമൂഹത്തിൽ പണമിടപാടുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ വഴിയും അല്ലാതെയൊക്കെ നൂറുകണക്കിന് ആളുകളെ തട്ടിപ്പിലൂടെ പണം മേടിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും പൊതുപ്രവർത്തന നിലയിലും ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ജോലി കൊടുക്കാം, അല്ലെങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ ഒത്തിരി പൈസ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ ഇതിലോട്ട് ആകർഷിച്ചുകൊണ്ട് പണം തട്ടിയെടുത്ത് മുങ്ങുന്ന ഒരു സംവിധാനത്തോട്ട് ഇന്ന് മാറുമ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായ ഒരു മാറ്റം കണ്ടെത്തുവാൻ ഇവിടെ ഇരിക്കുന്ന എന്നെപ്പോലെയും നിങ്ങളെപ്പോലുള്ള ആളുകളുമാണ് തയ്യാറാകുന്നത്. കാരണം പണം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിതത്തിൽ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമായി മാറിയിരിക്കുകയാണ്. ഞാൻ 100 കൊടുത്താൽ ഇവിടുന്ന് 500 തരുമെന്ന് പറയുമ്പോൾ ആ പൈസയിലുള്ള നമ്മുടെ അമിതമായ ആവേശം കാരണം നമ്മളത് വേറെ കാര്യങ്ങൾ അന്വേഷിക്കാതെ അവരെവിടെ കൊണ്ട് കൊടുക്കുകയും അവസാനം നമ്മൾ തട്ടിപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും KSFE സംബന്ധിച്ചോളം എനിക്ക് വളരെ അറിയാവുന്ന ഒരു ബ്രാഞ്ചാണിത്. കാരണം പല ആളുകളും പല ആവശ്യങ്ങളുമായി എന്നെ ബന്ധപ്പെട്ട് ഞാനിവിടെ പല ലോണിൻ്റെ കാര്യങ്ങൾക്കും വായ്പയുടെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഇവിടുന്ന് ഇവിടുന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എനിക്ക് ഉണ്ടാകാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാവണം സ്ഥാപനങ്ങൾ ഓരോന്നും പ്രവർത്തിക്കുന്നത്. കാരണം ആളുകളുമായിട്ട് വരുമ്പോൾ അവരുടെ ഡീലിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നിട്ട് പോകണം. എന്താണെങ്കിലും ഈ നാട്ടിൽ ഇങ്ങനെ സ്ഥാപനം ഉണ്ടായതിന് എനിക്ക് അഭിമാനമുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഇടുക്കി പന്നിയാർകുട്ടി സെന്റ് മേരീസ് UP സ്കൂൾ സുവർണ ജൂബിലി നിറവിൽ. ജനുവരി 1 സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കും. ഇടുക്കിയിലെ കുടിയേറ്റ ഗ്രാമമായ പന്നിയാർകുട്ടിയിൽ സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പന്നിയാർകുട്ടി സെന്റ് മേരീസ് UP സ്കൂൾ സുവർണ ജൂബിലി നിറവിൽ. ഏതാണ്ട് 6.5 പതിറ്റാണ്ട് മുമ്പാണ് പന്നിയാർകുട്ടി സെന്റ് മേരീസ് പള്ളിയോട് ചേർന്ന് ഒരു സ്വകാര്യ സ്കൂൾ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് സ്കൂളിന് അംഗീകാരം ലഭിച്ചു. 50 വർഷം മുമ്പ് കൊള്ളിമല സെന്റ് മേരീസ് UP സ്കൂൾ എന്ന പേരിലാണ് സ്കൂളിന് അംഗീകാരം ലഭിച്ചത്. പന്നിയാർകുട്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 100 കണക്കിന് കുടുംബങ്ങൾക്ക് 6.5 പതിറ്റാണ്ട് മുതൽ പ്രാഥമിക പഠനം ലഭ്യമാക്കിയ വിദ്യാലയമാണിത്. എൻ്റെ ബാല്യകാല ഓർമ്മകളിൽ ഈ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം 50 വർഷം ആയി എന്ന ജൂലൈ ആഘോഷിക്കെങ്കിലും അതിനു മുമ്പ് ഇവിടെ സ്കൂളുണ്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 64 കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചതാണ്. അതിനു മുമ്പും ഇവിടെ സ്കൂളുണ്ടായിരുന്നു. നമുക്ക് ഇത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടെന്നുള്ളൂ. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 4 ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ.
ഇവിടെ സാറന്മാർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസമായിരുന്നു. 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു. അന്ന് സ്കൂളിന് ഇതില്ലായിരുന്നു, നമ്മുടെ അംഗീകാരമില്ലായിരുന്നു. 1975 അംഗീകാരം കിട്ടിയത്. അതിന് എൻ്റെ മക്കളും ഇവിടെ തന്നെയാണ് പഠിച്ചത്. എല്ലാം ഭംഗിയായിട്ട് നല്ല സ്കൂളാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ വളരെ മെച്ചമായിട്ട് പോകുന്ന സ്കൂളാണ്. വൈദികരുടെ സംയോജിതമായ തീരുമാനങ്ങൾ കൊണ്ട് അത് ഈ പന്നിയാർകുട്ടിയിൽ കൊള്ളിമലൈ എന്ന പേരിൽ ഈ സ്കൂളിന് അംഗീകാരം മേടിച്ചെടുത്തു. അന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കണ്ടെത്തിയ ഒരു ഏക സ്ഥാപനം ഇതായിരുന്നുവെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. 15 വർഷക്കാലം അനൗദ്യോഗികമായി പ്രവർത്തിക്കുകയും തുടർന്ന് അംഗീകാരം ലഭിക്കുകയും ചെയ്ത വിദ്യാലയത്തിൽ പഠിച്ച 2 തലമുറയിൽപ്പെട്ടവർ ഈ കുടിയേറ്റ ഗ്രാമത്തിലുണ്ട്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലം കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഈ കാർഷിക ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികൾ പാഠ്യേതര പ്രവർത്തനങ്ങളിലും പഠന പ്രവർത്തനങ്ങളിലും നല്ല നിലവാരം പുലർത്തി മുന്നേറുകയാണ്. ഒരു പരിധിവരെ ഈ വിദ്യാലയത്തിൽ പഠിച്ചു കടന്നു പോയിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായ മേഖലകളിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുകയും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ഥലം വിറ്റുപോയവരുണ്ട്, ഇവിടെ നിന്ന് പഠിച്ച് വിവാഹം ചെയ്ത് സ്ഥലങ്ങളിലേക്ക് പോയവരുണ്ട്. അങ്ങനെ ഈ വിദ്യാലയത്തെക്കുറിച്ച് പറയുമ്പോഴല്ല അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ മനസ്സുകളിൽ വലിയ താല്പര്യമാണ് ആളുകളിൽ നിന്നെല്ലാം കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ജനുവരി ആദ്യം സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. സിറ്റി വിഷൻ, പന്നിയാർകുട്ടി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,835 രൂപ, പവന് 1,26,080 രൂപ, വെള്ളി ഗ്രാമിന് 254 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇടുക്കി മേരികുളത്തിന് സമീപമാണ് സംഭവം. ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന പുളിക്കമണ്ഡപത്തിൽ റോബിനാണ് മരിച്ചത്. പ്രതി ഡോർലാൻഡ് ഭാഗത്ത് താമസിക്കുന്ന ഇടത്തിപ്പറമ്പ് സോജനി പോലീസ് പിടികൂടി. ദേശീയപാത 85 നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. മൂന്നാറിൽ വീണ്ടും LDF സ്ഥാനാർത്ഥിയുടെ പരാതി. UDF സ്ഥാനാർത്ഥി വിജയിച്ചത് പാരിതോഷികങ്ങൾ വിതരണം ചെയ്തെന്നാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ നിന്നും മത്സരിച്ച LDF സ്ഥാനാർത്ഥി നടരാജന്റെ പരാതി. ഇടുക്കി പാമ്പനാറിന് സമീപം ലാൻഡ്രം എസ്റ്റേറ്റിൽ നിന്നും കേഴയാടിനെ വേട്ടയാടിയാളെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പിരിമേട് അമ്പാടിയിൽ ബാലചന്ദ്രനാണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.